ഹായ്, നമസ്കാരം. പ്രശസ്ത ഇറാനിയൻ സംവിധായകനായ അസ്ഹർ ഫർഹാദിയുടെ 2011 പുറത്തിറങ്ങിയ അതിമനോഹരമായ ഒരു സിനിമയാണ് എ സെപ്പറേഷൻ. ഇറാനിലെ മധ്യവർഗ കുടുംബങ്ങളിലെ ജീവിത സംഘർഷങ്ങളുടെ കാഴ്ചകളാണ് ഓരോ ഫർഹാദി ചലച്ചിത്രങ്ങളിലും കാണാൻ കഴിയുന്നത്. ഇറാനിലെ സാമൂഹ്യവും മതപരവുമായ ചട്ടക്കൂടുകൾ ഭേദിക്കാതെ തന്നെ കഥയും കഥാപാത്രങ്ങളെയും ഇണക്കി ചേർത്തുകൊണ്ടുള്ള യാഥാർത്ഥ്യം തുളുമ്പുന്ന കാഴ്ചകളാണ് ഓരോ ഫർഹാദി സിനിമകളുടെ പ്രത്യേകത. ടെഹ്റാനിലെ ഒരു ഫ്ലാറ്റിലാണ് നാദറും ഭാര്യയായ സിമിനും 11 വയസ്സുകാരിയായ അവരുടെ മകൾ തെർമയും താമസിക്കുന്നത്. ഇറാൻ വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ജീവിതം പറിച്ചു നടാനുള്ള ഒരുക്കത്തിലാണ് സിമിൻ. അവൾക്കും കുടുംബത്തിനും വിസ ലഭിച്ചിട്ട് 4 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനി 2 മാസം കൂടിയേ ഉള്ളൂ വിസയുടെ കാലാവധി തീരാൻ. തൻ്റെ ഒപ്പം വരാനായി അവൾ ഭർത്താവിനെയും മകളെയും നിർബന്ധിക്കുകയാണ്. എന്നാൽ അവർക്കൊപ്പം താമസിക്കുന്ന അൽഷിമേഴ്സ് രോഗിയായ അയാളുടെ അച്ഛനെ ഉപേക്ഷിച്ച് പോകാൻ നാദർ തയ്യാറാവുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒപ്പം വരാൻ തയ്യാറല്ലെന്ന് അയാൾ സിമിനോട് തറപ്പിച്ച് പറയുകയാണ്. മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ഉറപ്പിച്ച സിമിൻ മറ്റു വഴികളില്ലാതെ കുടുംബ കോടതിയിൽ ഒരു വിവാഹമോചന ഹർജി ഫയൽ ചെയ്തു. എന്നാൽ വിവാഹമോചനത്തിന് മതിയായ കാരണങ്ങൾ കോടതിക്ക് ബോധ്യപ്പെടാത്തതിനാൽ സിമിന്റെ അപേക്ഷ കോടതി നിരസിക്കുകയാണ് ഉണ്ടായത്. ഭർത്താവിനെയും മകളെയും വിട്ട് അവൾ തന്റെ മാതാപിതാക്കൾക്കൊപ്പം പോയി താമസിക്കുകയാണ്. സിമിൻ പോയതോടുകൂടി താൻ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ തന്റെ പിതാവിനെ പരിചരിക്കാനായി ഇറാനിലെ ഒരു വിദൂര ഗ്രാമത്തിൽ നിന്നും റസി എന്ന അതീവ മതവിശ്വാസിയായ ഒരു യുവതിയെ നാദർ ഏർപ്പാടാക്കുന്നു. റസി ആകട്ടെ അവളുടെ ഭർത്താവായ ഹൊജാദ് അറിയാതെയാണ് ഒരു പ്രായമായ പുരുഷനെ പരിചരിക്കാൻ എത്തിയിരിക്കുന്നത്. കുറച്ചു കാലമായി ഹൊജാദിന് ജോലി നഷ്ടപ്പെട്ടിട്ട് കടം വാങ്ങിയ പണം അയാൾ പലർക്കും തിരിച്ചു കൊടുക്കാനുണ്ട്. റസിയാണെങ്കിൽ ഗർഭിണിയുമാണ്. എന്നിട്ടും അവൾ ആ ജോലിക്ക് എത്തിയത് തന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. 6 വയസ്സുകാരിയായ മകൾ സൊമയയ്ക്കൊപ്പമാണ് റസിയ എല്ലാ ദിവസവും ജോലിക്ക് വന്നിരുന്നത്. ഒരു ദിവസം റസിയയും സൊമയയും പലവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഓർമ്മക്കുറവുള്ള നാദറിന്റെ പിതാവ് ഫ്ളാറ്റിലെ പടികൾ ഇറങ്ങി റോഡ് മുറിച്ച് കടന്ന് കുറച്ചകലെയുള്ള ഒരു കടയിലേക്ക് നടന്നുപോയി. കുറച്ചു നേരം കഴിഞ്ഞാണ് പിതാവ് വീട്ടിലില്ലെന്ന വിവരം റസിയ അറിയുന്നത്. അവൾ പരിഭ്രാന്തയായി റോഡിലിറങ്ങി അയാളെ തിരയുകയാണ്. കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ റസി അദ്ദേഹത്തെ കണ്ടെത്തുന്നു. തിരിച്ച് അദ്ദേഹത്തെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നടന്ന കാര്യം അവൾ നാദറിനെ അറിയിക്കുന്നില്ല. മറ്റൊരു ദിവസം നാദർ നേരത്തെ ജോലി കഴിഞ്ഞ് മകളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വീട്ടിലെത്തുമ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നതാണ് കാണുന്നത്. ഒരുപാട് നേരം തട്ടി വിളിച്ചിട്ടും റസിയയോ അവളുടെ മകളോ വാതിൽ തുറക്കാത്തതുകൊണ്ട് അയാൾ തന്റെ കൈവശം ഉണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് വീട് തുറക്കുകയാണ്. എന്നാൽ വീടിനുള്ളിൽ കണ്ട കാഴ്ച അയാളെ സങ്കടപ്പെടുത്തുന്നതായിരുന്നു. തന്റെ പിതാവ് കട്ടിലിൽ നിന്നും നിലത്ത് വീണ് ബോധമറ്റ് കിടക്കുകയാണ്. പോരാത്തതിന് പിതാവിന്റെ ഒരു കൈ കട്ടിലിനോട് ചേർത്ത് ബന്ധിച്ചിട്ടുമുണ്ട്. നാദറും മകളും കൂടി അയാളെ താങ്ങിയെടുത്ത് കട്ടിലിൽ കിടത്തി വെള്ളമൊക്കെ കൊടുത്ത് തിരിച്ച് ബോധാവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഈ സമയം പുറത്തുപോയ റസിയ മകളുമായിട്ട് തിരിച്ചു വരികയാണ്. തന്റെ പിതാവിനെ ഒറ്റയ്ക്കാക്കി പുറത്തു പോയതിനും കെട്ടിയിട്ടതിനും റസിയ അയാൾ വളരെ പരുഷമായി വഴക്ക് പറയുന്നു. അവളോട് ഇനി ജോലിക്ക് വരണമെന്നും ഇപ്പോൾ തന്നെ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനും അയാൾ ആവശ്യപ്പെടുകയാണ്. ആ ദിവസത്തെ പണിക്കൂലി റസിയ അയാളോട് ചോദിക്കുന്നു. എന്നാൽ അത് നാദറിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്തത്. താൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് തുക കാണാനില്ലെന്നും അത് റസിയ എടുത്തെന്നും അയാൾ ആരോപിക്കുകയാണ്. റസിയയും മകളെയും നാദർ ഫ്ളാറ്റിന് പുറത്താക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ താൻ മോഷ്ടിച്ചിട്ടില്ലെന്നും തന്റെ അന്നത്തെ ജോലിക്കുള്ള തുക കിട്ടാതെ താൻ പോവില്ലെന്നും പറഞ്ഞ് റസിയ കരയാൻ തുടങ്ങി. ദേഷ്യം വന്ന നാദർ റസിയെ വാതിലിന് പുറത്തേക്ക് തള്ളി മാറ്റി വാതിലടയ്ക്കുന്നു. അല്പസമയം കഴിഞ്ഞ് മറ്റു ഫ്ളാറ്റുകാരുടെ ഒച്ച കേട്ട് പോയി നോക്കുമ്പോൾ റസിയ പടിക്കെട്ടിൽ വീണ് കിടക്കുന്നതാണ് നാദർ കാണുന്നത്. ഫ്ളാറ്റിലെ മറ്റു സ്ത്രീകൾ ചേർന്ന് അവളെ എഴുന്നേൽപ്പിക്കുന്നു. കരഞ്ഞുകൊണ്ട് റസിയ ഫ്ളാറ്റിലെ പടിക്കെട്ടുകൾ ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം നാദറിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളറിഞ്ഞ് നാദറിനെ കാണാനായിട്ട് വീട്ടിലെത്തുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വീഴ്ചയിൽ റസിയയുടെ ഗർഭം അലസിപ്പോയെന്നും കുഞ്ഞു മരിച്ചുപോയെന്നും അവൾ നാദറിനെ അറിയിക്കുന്നു. അയാൾ ഭാര്യയും കൂട്ടി റസിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി. റസിയയുടെ ഭർത്താവ് ഹൊജാദും അന്ന് അവിടെ ഉണ്ടായിരുന്നു. തലേദിവസം പറ്റിയ സംഭവത്തിൽ അയാൾ ഹൊജാദിനോട് ഖേദം പ്രകടിപ്പിക്കാൻ. തീവ്ര മതവിശ്വാസിയും വിഷാദ രോഗത്തിന് അടിമയുമായ അയാൾ അപ്പോഴാണ് കാര്യങ്ങൾ ശരിക്കും അറിയുന്നത്. ഇവിടെ മുതൽ സിനിമയുടെ കഥാഗതി മാറി ഒഴുകുകയാണ്. തീവ്രവും പ്രക്ഷുബ്ധവുമായ വികാര വിക്ഷോഭങ്ങളിലൂടെ കഥയും കഥാപാത്രങ്ങളും സഞ്ചരിച്ചു തുടങ്ങും. ചെറിയൊരു കാറ്റായി തുടങ്ങി പിന്നെ അത് കൊടുങ്കാറ്റായി മാറുന്ന കാഴ്ചകളാണ് ഓരോ ഫർഹാദി ചലച്ചിത്രങ്ങളുടെയും പ്രത്യേകത. കാറ്റടങ്ങുമ്പോൾ അതിന്റെ തീവ്രത അനുഭവിച്ച കഥാപാത്രങ്ങളുടെ ജീവിതം പ്രേക്ഷകനെ ഏൽപ്പിച്ചിട്ടാണ് ഓരോ ഫർഹാദി സിനിമകളും യാത്ര പറയുന്നത്. 2012 മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ ഉൾപ്പെടെ 20ഓളം മറ്റ് അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ഈ സിനിമ നേടിയിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് സിനിമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു മികച്ച സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം.